എന്താ നമ്മുടെ ഗീതാ ഗോവിന്ദത്തിൻ്റെ ഒരു അടിപൊളി പ്രൊമോ വീഡിയോ ആണ് വന്നിട്ടുള്ളത്. നല്ല കിടില പ്രൊമോ വീഡിയോ ആണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ എപ്പിസോഡ് മുഴുവനും ശോകമായിരുന്നു, പക്ഷെ നാളത്തെ എപ്പിസോഡ് അടിപൊളിയാണ്. അപ്പോൾ അതിൻ്റെ പ്രൊമോ വീഡിയോയിലേക്ക് പോകാം. പ്രൊമോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊമോ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ നമ്മുടെ പ്രിയമോളെ കൊണ്ടുപോകുന്ന ആ ഒരു ചടങ്ങാണ് നമ്മുടെ വളക്കാപ്പ് ചടങ്ങ്. അപ്പോൾ ആ ഒരു ചടങ്ങിലേക്ക് നമ്മുടെ പ്രിയമോളെ അണിയിച്ചൊരുക്കുകയാണ്. നല്ല സ്വർണ്ണാഭരണങ്ങളൊക്കെ നിറയിട്ടിട്ട് ഒരുക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ വിനോദ് ചോദിക്കുകയാണ്, അല്ല ഇന്നലെ അല്ലായിരുന്നോ പ്രിയയുടെ സ്വർണ്ണങ്ങളൊക്കെ ലോക്കറിൽ നിന്ന് എടുത്തത്, എന്നിട്ട് ഇതിൽ കുറേ സ്വർണ്ണങ്ങളൊക്കെ കുറവുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ വിനോദ്. അതിനുശേഷം വിനോദ് നമ്മുടെ വിലാസിനിയോട് ചോദിക്കുകയാണ്, അല്ലമ്മേ അമ്മ എങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നോ? അപ്പോൾ വിലാസിനി പറയണേ, ഏയ് ഞാനോ? അപ്പോൾ തന്നെ നമ്മുടെ ഭദ്രൻ പറയണേ, എൻ്റെ വിലാസിനി നീ എടുത്തിട്ടുണ്ടെങ്കിലേ അങ്ങ് കൊടുത്തേരെ, നിനക്കിടാനായിട്ടേ ഞാനൊരു മുത്തുമാല മേടിച്ച് തരാം എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ഭദ്രൻ. ഇത് കേൾക്കുമ്പോൾ വിലാസിനിക്ക് നല്ല കലിപ്പാവുകയാണ്. കാരണം ഒന്നാമത് പുള്ളിക്കാരത്തി ഇപ്പം അങ്ങനെയൊന്നുമില്ല, ആൾ നല്ല സ്വഭാവമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഭദ്രൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വിലാസിനിക്ക് ദേഷ്യം വരികയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ വിലാസിനിക്കറിയാം അത് ഭദ്രൻ തന്നെയാണ് എടുത്തു മാറ്റിയിട്ടുള്ളതെന്ന്. അതേസമയത്തുണ്ടല്ലോ നമ്മുടെ ചടങ്ങിന് തൊട്ട് മുമ്പുള്ള സമയത്ത് എല്ലാവരും നിൽക്കുന്ന സമയത്ത് നമ്മുടെ വിലാസിനി പറയുകയാണ് ഇത് വിനോദിൻ്റെ ഭാര്യയുടെ ചടങ്ങാണ്, ഇതിൻ്റെ കാശ് വിനോദ് തന്നെയാണ് ചിലവാക്കേണ്ടത്, അല്ലാതെ ഗോവിന്ദനല്ല. ഇത് പറയാനായിട്ട് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? ഒരു പക്ഷെ ഭദ്രൻ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന് നടക്കുന്ന ചടങ്ങിൻ്റെ പൈസ ഗോവിന്ദ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ വിലാസിനി അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പ്രൊമോ വീഡിയോയിൽ കാണിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ വിലാസിനി പറയുക, ഇത് വിനോദിൻ്റെ ഭാര്യയുടെ ചടങ്ങാണ്, വിനോദിൻ്റെ ഭാര്യയുടെ ചടങ്ങിൻ്റെ കാശ് വിനോദ് തന്നെയാണ് ചിലവാക്കേണ്ടത്, ഗോവിന്ദൻ്റെ ഭാര്യയുടെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഭദ്രൻ പറയാണ്, എടി അത് നമ്മുടെ മോളല്ലേ? നമ്മുടെ മോളുടെ കാര്യം തന്നെയാണ് പറയുന്നത്. ഗോവിന്ദൻ്റെ ഭാര്യയുടെ പ്രസവത്തിന് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ചടങ്ങുകൾ മുഴുവൻ നടത്തേണ്ടത് ഗോവിന്ദനാണ്. അന്ന് മാത്രമേ ഗോവിന്ദ് പൈസ ചിലവാക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലാതെ പ്രിയയുടെ ചടങ്ങ് നടത്തുന്നതിൻ്റെ പേരിൽ ഗോവിന്ദ് പൈസ ഇറക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ നമ്മുടെ വിലാസിനി പറയുകയാണ്. ഗോവിന്ദും എല്ലാവരും കേൾക്കെ തന്നെയാണ് നമ്മുടെ വിലാസിനി അത് പറയുന്നത്. അതങ്ങനെ പറയുന്ന സമയത്തിന് നമ്മുടെ കാഞ്ചന പറയുകയാണ്, ഗീതുപ്പാപ്പാരെ ചടങ്ങിനുണ്ടല്ലോ പ്രസവത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഗോവിന്ദ മാമ എന്തായാലും ഗീതു പാപ്പയെ ഇങ്ങോട്ട് അയക്കില്ല. കാരണം ഗോവിന്ദ മാമയ്ക്ക് ഗീതു പാപ്പാനെ ഒരൊറ്റ ദിവസം പോലും കാണാതിരുന്നാലേ ഉറക്കം വരില്ല എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ കാഞ്ചന. ഇത് കേൾക്കുമ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ചമ്മി ഇങ്ങനെ ഗീതുവിനെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഗീതുവിനാണെങ്കിൽ ശരിക്കും നാണം വരികയാണ്. ഗീതു ഇങ്ങനെ നാണിച്ചിങ്ങനെ ഗോവിന്ദിനെ നോക്കുകയാണ്. ഇതാണ് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും മനസ്സിലായല്ലോ, ഒരു അടിപൊളി പ്രൊമോ വീഡിയോ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നാളെ എപ്പിസോഡ് ഇതിനേക്കാളും അടിപൊളിയായിരിക്കും. അതുകൊണ്ട് എല്ലാവരും എപ്പിസോഡ് കാണാനായിട്ട് തയ്യാറെടുത്തിരിക്കുക. ഞാൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടൊക്കെ വരും, പക്ഷെ കുറച്ച് താമസിക്കാനാണ് സാധ്യത. അതിൻ്റെ പിന്നിൽ വേറെ ഒന്നുമല്ല, കാരണം പവർ കട്ട് തന്നെയാണ് അതിനുള്ള കാരണം. എന്ന് വെച്ചാൽ കറണ്ട് ഇല്ല, അതൊരു വലിയ വിഷയം തന്നെയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴത്തെ ഈ മഴയും പ്രശ്നങ്ങളും ഒക്കെ കാരണം, കാറ്റൊക്കെ കാരണം മരങ്ങളൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് വീഴുകയൊക്കെ ചെയ്യുകയല്ലേ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് കറണ്ട് ഇല്ല. അപ്പോൾ കറണ്ട് ഇല്ലാതെ വരുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. ഫോണിൻ്റെ ബാറ്ററി ചാർജിനും അത് തടസ്സമായിട്ട് വരുന്നു, ബാറ്ററി ചെയ്യാൻ പറ്റുന്നില്ല ഫോണിൽ. അതുപോലെ തന്നെ നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാനോ ഒന്നിനും പറ്റുന്നില്ല. അപ്പോൾ റേഞ്ച് പ്രോബ്ലം ആണെങ്കിൽ അതിനപ്പുറമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വീഡിയോ വരാനായിട്ട് താമസിക്കുന്നത്. എന്തായാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരു കാര്യം ഓർക്കുക, എപ്പോഴായാലും കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ വീഡിയോ ആയും റിവ്യൂ ആയിട്ടൊക്കെ നാളെ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.